സർ, ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഈ പേ വിഷബാധയേറ്റുള്ള മരണം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. വലിയ തോതിൽ ആൾക്കാർ വാക്സിൻ എടുത്തിട്ടും ഈ പേ വിഷബാധ ഏറ്റ് മരിക്കുകയാണ്. എന്താണ് സർ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഇത് ആരാണ് ഇതിന് ഉത്തരവാദി? ഒരു പേ പിടിച്ച ലോകത്താണിപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതീകാത്മകമായിട്ട്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം മരിച്ച കൊല്ലം സ്വദേശിയായിട്ടുള്ള പിഞ്ചുകുട്ടി നിയ ഫൈസൽ, അതെ, അതിനു മുമ്പ് മലപ്പുറം പെരുവള്ളൂരിൽ സിയ ഫാരിസ്, ഈ രണ്ട് പിഞ്ചു പെൺകുട്ടികളാണ്. അതെ, വാക്സിനൊക്കെ എടുത്തു, അതിൻ്റെ ഒരു വിശ്വാസത്തിലിരിക്കുമ്പോൾ ഇനി പേ വിഷബാധ ഏൽക്കുകയില്ലെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി എൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുമ്പോഴാണ് ആ രണ്ട് ജീവി, ഒന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അവരുടെ ദാരുണമായി പേ ബാധിച്ച് പേ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് മരിച്ചത്. സങ്കടകരമായിട്ടുള്ള ഒരച്ഛനും അമ്മയ്ക്കും കാണുന്ന മനുഷ്യർക്കൊന്നും സാധിക്കില്ല, ദുഃഖത്തോടു കൂടി മരിച്ചത്. വാക്സിൻ എല്ലാം എടുത്തതാണ്, ഗവൺമെൻറ് പറഞ്ഞ പ്രകാരം എല്ലാം ചെയ്തിട്ട്. ഇവർ മാത്രമല്ല, ഇങ്ങനെ വാക്സിനാൽ പറ്റിക്കപ്പെട്ടവരുടെ എണ്ണം 7 എണ്ണം വരും. 7 എണ്ണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 7 പേര്. പക്ഷേ ഇങ്ങനെ വാക്സിൻ കൊടുത്തിട്ടും മരിച്ചവരുടെ മൊത്തം എണ്ണം എന്ന് പറയുന്നത് 21 പേരാണ്, അല്ലേ? അതെ, കൺഫേംഡ് ആയിട്ടുള്ള കണക്ക് 21 പേരാണ്. 21 പേര് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫിക്കസി ഈ 2 പേരുടെ കാര്യം വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, 21 പേര് മരിച്ചിരിക്കുന്നു. ഡോക്ടർമാരെന്താ പറഞ്ഞത്? വീണ ജോർജ് എന്താ പറഞ്ഞത്? പേ വിഷ വാക്സിന് ഒരു പ്രശ്നവുമില്ല. കോഴിക്കോട്ട് കുട്ടി മരിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ തലയ്ക്കാണ് കടിയേറ്റ കുട്ടിയുടെ. ശരിയാണ്, കുഞ്ചു കുട്ടിയല്ലേ, ഉയരം കുറവായിരിക്കും, തലയിലേക്ക് ചാടി കയറാൻ എളുപ്പമുണ്ട്, തല കടിച്ച് പറിക്കാം. അതെ, അതെ. അപ്പോൾ ഇതിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നേരെ വന്നപ്പോൾ ഓടിച്ചു വിട്ട പട്ടിയാണ്, കരഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നത്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, കേൾക്കുന്ന നമുക്കും കൂടെ സങ്കടം താങ്ങാൻ പറ്റുന്നില്ല. ഓടിച്ചു വിട്ടപ്പോൾ അത് പോയി അവളെ ഇല്ലാതാക്കി എന്നാണ് അമ്മ പറയുന്നത്, സങ്കടപ്പെട്ടുകൊണ്ട്. ഏതൊരു മനുഷ്യനാണ് ആ ദുഃഖം കണ്ടു നിൽക്കാൻ കഴിയുക? പേ പിടിച്ച് സ്വന്തം കുഞ്ഞ് മരിക്കുക. ഗവൺമെൻറ് പറഞ്ഞ എല്ലാ കൃത്യങ്ങളും അവർ വാക്സിൻ എടുക്കാഞ്ഞിട്ടാണ്, അവരുടെ അനാസ്ഥ കൊണ്ടാണെന്ന് പറയും. ഈ ദുഃഖത്തിന് ആരും മറുപടി കൊടുക്കും? അല്ല, എന്തുകൊണ്ടാണ് സാർ ഈ വാക്സിൻ എടുത്തിട്ടും പറയാം. അതായത് ഇതിൽ ശരിയായിട്ടുള്ള പൊതുജന ബോധവത്കരണം നടന്നിട്ടില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മൾ പേ വിഷ വാക്സിൻ അല്ല കരുതി വയ്ക്കേണ്ടത്, ബാർസോപ്പാണ്. ബാർസോപ്പ് പേ വിഷബാധയേറ്റ ഉടനെ ആശുപത്രിയിലേക്ക് ഓടിപ്പോവുകയല്ല വേണ്ടത്. വീട്ടിൽ പാമ്പ് കടിയേറ്റാലും ഈ ഡോക്ടർമാർ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുക, ഞാനൊരു ഡോക്ടറൊന്നുമല്ല. തെറ്റുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു കറക്ഷൻ, ആർക്ക് വേണമെങ്കിലും തിരുത്താം. പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ബാർ സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയായിട്ട് ആ ഭാഗം കഴുകുക. ആ വൃത്തിയായിട്ട് കഴുകിയാൽ 90% വൈറസുകളും ശരീരത്തിനുള്ളിലോട്ട് കടക്കാതെ തടയും. അപ്പം ചെയ്യണം. കൊച്ചുകുട്ടിക്കതറിയില്ല. കൊച്ചുകുട്ടികൾ പലപ്പോഴും വഴിയിൽ പോകുമ്പോഴാണ് പട്ടി കടിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിത് കഴിയുമ്പോഴത്തേക്കും സമയം പോകും. അപ്പം തന്നെ അടിയന്തരമായിട്ട് ബാർ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. പാമ്പ് കടിയേറ്റാലും പട്ടി കടിയേറ്റാലും അപ്പം തന്നെ കഴുകണം. അതാണ് വേണ്ടത്. നമ്മൾ വിചാരിക്കും ചെറിയ മുറിവേ ഉള്ളല്ലോ, ആ മുറിവ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. ശരിയല്ല, പാടില്ല അങ്ങനെ ചെയ്യാൻ. അതും സീരിയസ് ആയിട്ട് എടുക്കണം. സോപ്പിട്ട് കഴുകണം, അതിനുശേഷം ആശുപത്രിയിൽ പോകണം. 10% സഹായമേ വാക്സിൻ്റേതുള്ളൂ, 90% സഹായം ബാർ സോപ്പിൻ്റേതാണ്. ബാർ സോപ്പിന് വലിയ ചിലവൊന്നുമില്ലല്ലോ, വേദനയും ഇല്ലത് ഇത് വെച്ച് കഴുകിയാൽ. വാക്സിന് വേദനയുണ്ട്, വാക്സിൻ കുത്തിവെക്കാൻ വേദനയുണ്ട്, ശരി തന്നെ. പിന്നെ നമ്മൾ മനസ്സിലാക്കാത്ത വേറൊരു കാര്യം, ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ബോധവൽക്കരണം നടത്തിയിട്ടില്ല. പട്ടിയിൽ നിന്ന് മാത്രമല്ല ഇത് വരുന്നത്, വീട്ടിൽ നമ്മുടെ അരുമയായിട്ട് വളർന്ന പൂച്ചയിൽ നിന്ന് വരാം. പൂച്ച നഖം വെച്ചൊരു മാന്തിയ അതിന് പേ വിഷബാധ ഉണ്ടെങ്കിൽ അത് കുട്ടിക്കും വരാം, ശ്രദ്ധിക്കണം. പിന്നൊന്ന് വരാവുന്ന മറ്റൊരു ജീവി മാമൽസിൽ നിന്നല്ല ഇത് വരാമെന്നാണ് പറയുന്നത്. അതെ, മാമൽസിൽ മറ്റൊന്നാണ് ഈ വവ്വാൽ എന്ന് പറയുന്ന പക്ഷി. വവ്വാൽ അറിയാമല്ലോ, ബാറ്റ് എന്ന് പറയുന്ന പക്ഷി. ആ വവ്വാൽ കടിച്ചാൽ ഇത് വരാം. കാരണം എന്താണ്? വവ്വാൽ ഒരു പക്ഷിയല്ല, വവ്വാൽ ഈസ് എ മാമൽ. വവ്വാൽ എന്ന് പറയുന്നത് ബാറ്റ് ഈസ് എ മാമൽ ആണ്. പക്ഷിയുടെ പോലുള്ള ചിറക്, അത് ചിറകല്ല ശരിക്കും, അത് ഇങ്ങനെ ഫ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലൈയിങ് അല്ല, അത് ഗ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ജീവിയിൽ നിന്ന് വന്നാലും ഇത് വരാം. പക്ഷേ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞത്, അതായത് സിയ ഫാരിസിൻ്റെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞത്, ഇത് തലയിലേറ്റ മുറിവായതുകൊണ്ടാണ്
വളരെ പെട്ടെന്ന് തലച്ചോറിലേക്ക് വന്നത്. ഇത് ഈ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല? അച്ഛനെയും അമ്മയും എന്തിനാണ് തെറ്റിദ്ധരിപ്പിച്ചത്, ചതിച്ചത്? ഇത് തലയിലാണ് കടി, അതുകൊണ്ട് ഈ വാക്സിൻ കൊണ്ട് പ്രയോജനപ്പെടില്ലെന്ന് എപ്പോഴാണ് പറയേണ്ടത്? മരിച്ചു കഴിയുമ്പോഴല്ല, ചികിത്സിക്കുമ്പോൾ തന്നെ പറയണ്ടേ? ഡോക്ടർ ഇത് പഠിച്ചയാളല്ലേ, ഇത് പഠിക്കാത്ത ആൾക്കാരല്ലേ ഇത് കുട്ടിയെ കൊണ്ടുവന്നത്? എന്തേ അത് പറയാൻ, അത് സീരിയസ് ആയിട്ട് എടുക്കാഞ്ഞേ? ഇനി ജീവിച്ചിരിക്കും, ജീവിതത്തിനൊരു തടസ്സവും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആകസ്മികമായിട്ടൊരു മരണം അവിടെ വരികയാണ്. ഇതിനെക്കുറിച്ചൊരു ധാരണയെങ്കിലും അച്ഛനമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നില്ലേ? അതിന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നില്ലേ? പിന്നെ ആഹാരത്തിൻ്റെ കാര്യം പറയുമ്പോഴും ആഹാരത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഈ പട്ടികളിങ്ങനെ പെറ്റു വരികാനുള്ള കാരണം എന്താ? പ്രധാനപ്പെട്ട കാര്യം ഓരോന്നോരോന്നായിട്ട് വരാം. നമ്മുടെ ആഹാരശൈലി കംപ്ലീറ്റ് മാറിയിരിക്കുന്നു. എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല. ബിരിയാണി അറിയാം, ബിരിയാണി സർവ്വ പ്രധാനമാണ്. അതുപോലെ തന്നെ മന്തി, കുഴിമന്തി, യമൻ മന്തി, ഇതുപോലെ കുറേ സാധനങ്ങൾ, ഷവർമ്മ, അതുകൂടാതെ വേറൊന്നും ഉണ്ടല്ലോ, മരണകാരണമായിട്ടുള്ളൊരു ഭക്ഷണം കൂടെ ഉണ്ടല്ലോ. എൻ്റെ പേരൊന്നും മലയാള പേരുകളല്ലാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ഓർക്കുന്നുണ്ടോ? അത് കഴിച്ചിട്ട് കോട്ടയത്ത് ഒരാൾ മരിച്ചു. അങ്ങനെ ഒരു സാധനമുണ്ട്. എല്ലാ ചെറുപ്പക്കാർക്കും കൊച്ചു കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ്. കൊച്ചു കുട്ടികൾക്കും വളരെ ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങളാണിത്. അഫിൻ എന്ന് പറയുന്ന ആൾ കൊന്നപ്പോൾ, ആ അഫിൻ എന്ന് പറയുന്ന അനിയനെ കൊന്നപ്പോൾ അനിയന് അവസാനമായിട്ട് വാങ്ങിക്കൊടുത്ത ആഹാരം അതാണ്, ബിരിയാണിയാണ്. അതെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും പ്രിയം. ചോറ് കഴിക്കില്ല ഉച്ചയ്ക്കാരും ഇപ്പോൾ ബിരിയാണി. പുറത്ത് പോയാലേ ചോറ് കിട്ടില്ല, ഇപ്പോൾ പാഴ്സലായിട്ട് കിട്ടുന്നത് ബിരിയാണി. ഈ ആഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുമില്ല. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറിലായിരിക്കും പലപ്പോഴും കിട്ടുന്നത്, വഴിയിലൊക്കെ ഇടുന്നത് മൂലം ആഹാരം കിട്ടുകയാണ് പട്ടിക്ക് കൂടുതലായിട്ട്. അവൻ്റെ ഇഷ്ടപദാർത്ഥങ്ങൾ ആ പട്ടികൾക്ക് ആരോഗ്യം വർദ്ധിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ പ്രത്യുത്പാദന ശേഷി വർദ്ധിക്കുകയാണ്. കൂടുതൽ കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പെറ്റുപെരുകുന്നതാണ് ഏറ്റവും വലിയ അപകടമെന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് കേന്ദ്രം ABC പദ്ധതി എന്ന് പറയുന്ന പദ്ധതി, അതായത് ഈ പട്ടികളുടെ വന്ധ്യംകരണ ശസ്ത്രക്രിയ, അതിന് കേരളത്തിന് ഫണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ പരിപാടി നമ്മൾ 2001 മുതൽ നടത്തേണ്ടതായിരുന്നു. കേരളം അതിൽ പാടേ പരാജയപ്പെട്ടു. ആ വന്ധ്യംകരണം നടത്തിയിരുന്നെങ്കിൽ എന്തു സംഭവിക്കത്തില്ല? പെറ്റുപെരുകയായിരുന്നു. ആയുസ് കഴിയുമ്പോൾ പട്ടികളങ്ങ് മടും, അത് തിരിച്ചു പോവും, അതായത് ചത്തുപോവും. അതോടുകൂടി അവരുടെ ശല്യം തീരും. പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ തെരുവോരങ്ങളിൽ കൂടി പോകുന്ന പട്ടികൾക്ക് ആഹാരം കൊടുത്ത് അവയെ വളർത്താൻ ശ്രമിച്ചാൽ വിദ്വാന്മാരുണ്ട്. കുഴപ്പമില്ല, അവരെ കടിക്കുന്നില്ല, അവരെ കാണുമ്പോൾ വാലാട്ടി കാണിക്കും. അവർ നേരെ തിരിച്ച് അങ്ങ് വീട്ടിലോട്ട് പോയി സുഖമായിട്ട് അവരുടെ കിടക്കയിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. ഈ പട്ടികൾ എന്ത് ചെയ്യും? നാട്ടുകാരെ മുഴുവനും കഴിക്കും. കൊച്ചു കുട്ടികളെ കാണുമ്പോൾ അവരെ ടാർഗറ്റ് ചെയ്ത് കഴിക്കും. ഇത് കൊടുക്കാത്ത ആൾക്കാരെ മുഴുവൻ അത് കടിക്കും. അങ്ങനെ സൗജന്യമായിട്ട് വല്ലവൻ്റെയും പദ്ധതിയിലെ വിളവ് നടത്തുന്ന ധാരാളം പേര് തിരുവനന്തപുരത്തും ഉണ്ട്. അല്ല സാർ, എനിക്ക് ഇങ്ങനെയല്ല പട്ടിപ്രേമം കാണിക്കേണ്ട. പട്ടികളെ നിങ്ങൾ ഷെൽട്ടറിൽ കൊണ്ടുപോയി വളർത്തണം, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ല. അത് സംശയം ചോദിച്ചു. ഞാൻ പറയാൻ വന്നത്, നമ്മളിവിടെ പക്ഷിപ്പനി എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ താറാവുകൾക്ക് എങ്ങോട്ടോ പക്ഷിപ്പനി വന്ന് 1-2 താറാവ് ചത്തു എന്നും പറഞ്ഞ് താറാവുകളെ മുഴുവനും കൂട്ടത്തോടെ കൊല്ലുകയായിരുന്നു. ഈ താറാവുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ആരുമില്ല. ഈ തെരുവ് പട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കാനാണ് ആൾക്കാർ ഒരുപാടുള്ളത്. എനിക്ക് അതിൻ്റെ പുറകിലെ രഹസ്യം മനസ്സിലാകുന്നില്ല. കേരളത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ഈ വന്യമൃഗങ്ങൾ, അരിക്കൊമ്പൻ, അതിനെയൊക്കെ മയക്കുവെടി മറ്റെന്തെല്ലാം, അതിനെ കൊല്ലണം, മാനകളെ കൊല്ലാൻ നമുക്ക് ലൈസൻസ് വേണം എന്നൊക്കെ വന്യമൃഗങ്ങളെ എല്ലാം നമുക്കങ്ങ് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതിനേക്കാൾ എത്രയോ പേരാണ് ഈ പേപ്പട്ടി വിഷബാധ മൂലം മരിക്കുന്നത്. 5 വർഷത്തിനിടെ മരിച്ചത് 103 പേരാണ്. 103 പേരാ. എത്ര നായ്ക്കളുണ്ടെന്നറിയാമോ കേരളത്തിലെ? ചില സംസ്ഥാനങ്ങളിലെ ഒരു ജില്ലയിലുള്ളത്ര ആൾക്കാർ ഉണ്ട്, നായ്ക്കൾ ഇവിടെ വിഹരിക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ കടി ഏറ്റിട്ടുള്ളത് കഴിഞ്ഞ വർഷം മാത്രം 3,16,793. 3 ലക്ഷം. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 10-1 അല്ലേ? 3 കോടി. 10-1 പേര് കടിയേറ്റിട്ടുള്ളവരാണെന്നാണ് പറയുന്നത്. എന്നിട്ടും എന്താ ശ്രദ്ധ ഈ മേഖലയിലേക്ക്? തദ്ദേശ ഭരണ വകുപ്പാണ് ഇത് ചെയ്യേണ്ടത്. MP രാജേഷ് കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിരിക്കുക. പതിവ് പോലെ ഇവരുടെ കഴിവുകേടിനെ എല്ലാവരും കേന്ദ്രത്തിനെ വിരൽ ചൂണ്ടുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ എണ്ണം അറിയാം, 4 ലക്ഷത്തോളം നായ്ക്കളുണ്ട് ഇവിടെ. എന്ന് പറഞ്ഞാൽ ചില ജില്ലകളിലുള്ള അത്രയും തന്നെ ജനസംഖ്യ. ചില നോർത്ത് ഈസ്റ്റേൺ
സംസ്ഥാനങ്ങളിലുള്ള അത്രയും ജനസംഖ്യ ഉണ്ട് ഈ നായ്ക്കൾക്ക് ഇവിടെ. എവിടെ ചെന്നാലും കാണാതെ റെയിൽവേ സ്റ്റേഷൻ എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്, വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഓടിക്കാനോ പുറത്താക്കാനോ ശ്രമിക്കാറില്ല. നമ്മൾ അവരുടെ ദയ കൊണ്ടാണ് അതുവഴി സഞ്ചരിച്ചു പോകുന്നത്. വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? നായ്ക്കൾ ഏത് നിമിഷവും നിങ്ങളെ കടിക്കാം. അത്ര ഭീതിതമായിട്ടൊരു അന്തരീക്ഷമാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ കാറിൽ അടലാപടലം പോകുന്ന മന്ത്രിമാർക്ക് ഇത് മനസ്സിലാവില്ല. സ്വന്തം വാഹനമില്ലാതെ നടന്നു പോകുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത്. സാധാരണക്കാർ സ്കൂട്ടറിൽ പോകുന്നവരും അനുഭവിക്കും. അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് കുറുകെ ചാടാണ്. അപ്പം പലകടിച്ച് വീണ് ഇവൻ്റെ മണ്ട പൊട്ടി ഇവൻ മരിക്കും, പല്ലു പോകും. പട്ടിക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. കാരണം അതിൻ്റെ എല്ലുകൾ നമ്മളതിനേക്കാൾ വളരെ ശക്തിയുള്ളതാണ്. ഇതിന് ഈ ദുരന്തം വിതയ്ക്കുന്ന നായ്ക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുറേ പേരുണ്ട്. ആഹാരം കൊടുത്തുകൊണ്ടും അവയൊന്നും ചെയ്യരുത്, ലാളിക്കാൻ റോഡിൽ അവർക്കൊരു രസമാണ്. ഭിക്ഷക്കാരുടെ കൂടെ എപ്പോഴും ഒരു നായി കാണും. കാരണം അവരുടെ സംരക്ഷകനും കൂടാണിത്. എനിക്കറിയില്ല, ഇതിന് കഞ്ചാവ് കച്ചവടം കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് നായ്ക്കളെ കൂടെ വെച്ച് സംരക്ഷിക്കുകയാണോ ഈ ഭിക്ഷക്കാരൻ? ആഹാരത്തിൻ്റെ ഒരു പങ്ക് കൊടുത്ത് സംരക്ഷിച്ച് വെച്ച് അവരുടെ കൂടെ ഈ നായ്ക്കൾ കിടന്ന് ഉറങ്ങുന്നതാണ്. ഇങ്ങനെയൊക്കെ കുഴപ്പം പിടിച്ച ഒരു ജീവിയാണിത്. ABC നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രി രാജേഷ് പറഞ്ഞു എതിർപ്പ് വരും. എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ വിഴിഞ്ഞം പദ്ധതി തയ്യാറാക്കിയ നിങ്ങൾക്ക് എതിർപ്പുകളെ അല്ല, ഈ പക്ഷിപ്പനി വന്നപ്പോൾ താറാവുകളെ കൂട്ടത്തോടെ കൊന്നില്ല. ആയിരക്കണക്കിന് താറാവുകളെ കൊല്ലാൻ കന്നുകാലികളെ പോലും അങ്ങനെ കൊന്നിട്ടില്ലേ? അതെ, കന്നുകാലികളെ കൊല്ലുന്നതിന് ഒരു നിർദ്ദയമാണ്. കശാപ്പു ശാലകളിൽ എത്ര എണ്ണത്തിനെ കൊല്ലുന്നു. അപ്പോൾ ഇത് എന്തെങ്കിലും ഇത് അടിയന്തരമായിട്ട് ചെയ്യുക, ABC പദ്ധതി നടപ്പാക്കുക. പിന്നെ ഈ വാക്സിൻ്റെ എഫിക്കസി എന്നുള്ളതിനെക്കുറിച്ച് ശരിയായിട്ട് പഠനം നടത്തുക. നമുക്കിപ്പോൾ വാക്സിനെ വിശ്വസിക്കാൻ വയ്യാതായിട്ടുണ്ട്. താങ്കൾ ഈ പറഞ്ഞ പോലെ 21 പേരെ വാക്സിൻ കൊടുത്തിട്ടും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്സിൻ സംശയാസ്പദമാണ്. ബാർ സോപ്പ് എല്ലാവർക്കും സൗജന്യമായിട്ട് പട്ടി കടിച്ചു കഴിഞ്ഞാൽ കഴുകാൻ വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്, കഴുകാൻ പൈപ്പ് വാട്ടർ, റണ്ണിങ് വാട്ടറിൽ ഉപയോഗിക്കണമെന്ന്. ഈ റണ്ണിങ് പൈപ്പിൽ വെള്ളമുണ്ടോ ഈ സമയത്ത്? പൊതു പൈപ്പുകളിലൊന്നും വെള്ളമില്ല. പൊതു പൈപ്പുകൾ ഇപ്പോൾ ഇല്ല. വീട്ടിലാണെങ്കിലും മുനിസിപ്പാലിറ്റി വാട്ടർ ആണെങ്കിൽ വെള്ളം കാണില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് അതേ ഫ്ലോയിൽ അതേ ശക്തിയോടുകൂടി നമ്മൾ മഗ്ഗിൽ നിന്നെങ്ങാനും വെള്ളം, കിണറ്റിലെ വെള്ളം എടുത്തായാലും ഒഴിക്കുക. അത് ഏതാണ്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഏതാണ്ട് അരമണിക്കൂറോളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. പാമ്പ് കടിയേറ്റാലും ഇത് പറയുന്നുണ്ട്. അതെ, വൈറസിനെ മുഴുവൻ മുക്തമാക്കാൻ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. നിങ്ങൾ പട്ടി കടിയേറ്റാൽ ചെയ്യേണ്ടത് ബാർ സോപ്പിട്ട് വൃത്തിയായിട്ട് അത് കഴുകുക. അതിനുശേഷം ഡോക്ടറെ കണ്ട് വാക്സിൻ എടുക്കുക. വാക്സിൻ എടുത്താലും കരുതലും ജാഗ്രതയും തുടരും.